പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ എഴുന്നേക്കത്തില്ല. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇതേ തീരുമാനം, അടുത്ത പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ ഇരുന്നോ ഇതേ തീരുമാനം. അപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ എന്തിട്ടില്ലേ പോകത്തില്ല. ഇവിടെ അന്നേരെ അല്ലല്ലേ നമ്മൾ പറ്റപ്പെടാൻ കട്ടപ്പെടാൻ മടക്കി അന്നേരെ എഴുന്നേറ്റു ഇങ്ങോട്ട് പോയി എടുക്കുന്ന ഒരു തീരുമാനം നേർന്നാൽ പിന്നെ നിവർത്തിക്കാൻ താമസിക്കരുത്. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതെന്താ? നേരാതിരിക്കുന്നതാണ്. ദൂതന്റെ സന്നദ്ധയിൽ പോലും അബദ്ധം പറഞ്ഞു പിന്നെ വാപ്പത്തിന് അവസരം ഉണ്ടാകരുത്. ദൈവം അത് കയറി പിടിച്ചു. അതുകൊണ്ട് ദൈവം തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ നിവർത്തിച്ചോണം, ഇല്ലെങ്കിൽ നേരരുത്. അതാ ഏറ്റവും വലിയ ഗുണം. നേർന്നാൽ നിവർത്തിച്ചോണം, അല്ലെങ്കിൽ നേരരുത്. എഴുന്നേറ്റു. ഇനിയുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന പിതൃപുത്രമുണ്ടോ. ഇവൻ അറിയാത്തതാണ് പിതാ. എനിക്കും നിങ്ങൾക്കും ഇന്ന് വരെ പിടികിട്ടാത്തതാണ് ദൈവം. എനിക്കും നിങ്ങൾക്കും ഇന്ന് വരെ മനസ്സിലാകാത്തതാണ് ദൈവഹൃദയത്തിന്റെ ആഴം. നിങ്ങൾ വിചാരിച്ചു അതല്ലേ നമ്മളൊക്കെ പിള്ളേരോട് ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ദേഷ്യപ്പെട്ടിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊരു സ്നേഹം നമ്മളോട്, അതൊക്കെയാണ്. പക്ഷേ പിതാവിനെയും അറിയാമെങ്കിൽ നമ്മുടെ അകൽച്ച ഇന്ന് പകൽക്കാലം മാറും. ഇനി അവൻ ദൂരെ എന്ന് വരുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ആ ഓടി വരുന്ന സ്നേഹമാണ് പിതാവിന്റെ സ്നേഹം. ദൂരത്ത് നിന്ന് കാണുന്ന സ്നേഹം ആ പിതാവിന്റെ സ്നേഹം. കൈനീട്ടി ആലിംഗനം ചെയ്യുന്ന സ്നേഹം ആ പിതാവിന്റെ സ്നേഹം. വായിക്കടാ പാവുന്നു. അപ്പൊ ഈ അപ്പന് നേരം വെള്ളത്തിൽ എന്ത് ജോലിയുള്ളായിരുന്നു? നീ 100 ജോലി ചെയ്തപ്പോഴും എന്റെ ഈ അപ്പന്റെ 2 കണ്ണുകൾ നിനക്ക് വേണ്ടി മാത്രമാണ്. വീട്ടിൽ ഇപ്പോഴും കാളക്കുട്ടിയുണ്ട്, വീട്ടിൽ ഇപ്പോഴും നൃത്തമുണ്ട്, വീട്ടിൽ മൂത്ത മകനുണ്ട്, വീട്ടിൽ വേലക്കാർ ഇപ്പോഴും ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നുണ്ട്. ഇന്നും ഒഴിഞ്ഞ മേശയില ഒഴിഞ്ഞ പ്ലേറ്റ് നോക്കി കരയുന്ന ഒരു പിതാവിനെ എത്ര പേർക്ക് ആത്മാവിൽ കാണാം? ദൈവകൃപയിൽ നിന്നെ ഇരുത്തിയ ഇരിപ്പിടത്തിൽ നീ ഇല്ലെന്ന് കണ്ട് ഇന്നും പുറമുഖത്തിലേക്ക് ദൈവം കണ്ണു നോക്കിയിരിക്കുക. എന്റെ കുഞ്ഞൊന്ന് മടങ്ങി വരുമോ? എന്റെ മകളൊന്ന് മടങ്ങി വരുമോ? ദൂരമേ കണ്ടു. നോക്കണം, വർഷം എത്ര ആയാലും അപ്പന്റെ കണ്ണു മങ്ങിയിട്ടൊന്നും വരുന്നത്. അപ്പം ദൂരമേ കണ്ട് ആര് വരുന്നത്? നീ ഏത് കോലത്തിലായാലും നിന്നെ അവർ തിരിച്ചറിയാം. ഇന്ന് നീ കിടക്കുന്ന പാപത്തിന്റെ തീവ്രത എത്ര വലുതാണേലും ഈ റെക്കഗ്നൈസ്. ഇന്ന് പകൽക്കാലത്തിന്റെ തകർച്ചയുടെ ആഴം എത്ര വലുതാണെങ്കിലും എത്ര ദൂരത്തിൽ നീ ഒരു വാക്ക് എന്റെ അപ്പ എന്ന് വിളിച്ചാൽ അത് കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണുമുള്ള സ്വർഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരമേ തിരിച്ചറിഞ്ഞു. എന്നിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? നമ്മെ കണ്ട പിന്നെ കർത്താവിന് പരാതി. നമ്മളാണ് വരട്ടെ കയറി വരട്ടെ കണ്ട് ഞാൻ ചാടിച്ചു കൊടുക്കുന്നത് കണ്ടു പറഞ്ഞിട്ടേ ഇല്ല. കണ്ട പിന്നെ എന്ത് ചെയ്യും? നിന്നെ ഒന്ന് കണ്ടാ പിന്നെ മനസ്സിൽ നീ എന്ത് പറഞ്ഞു ഇന്നലെ ഒന്നും ഓർക്കത്തില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രാകൃതവും പ്രകൃതിയൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. കണ്ടാൽ മനസ്സരിയും. മനസ്സരിഞ്ഞ് എന്ത് ചെയ്തു? ഓടി വന്നതല്ലേ? അങ്ങനല്ലേ എഴുതിയിരുന്നത്? ഓടിച്ചെന്നാ ഇതാണ് സ്വർഗത്തിന്റെ ദൈവത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. മനസ്സിൽ നിന്ന് അലച്ചു നോക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ആത്മീയ ഭാഷകളാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ട് മനസ്സിൽ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ദൈവം മനുഷ്യരൂപം എടുത്ത് ഓടി ഇങ്ങോട്ട് വന്നു. ഓടി ഇറങ്ങി വരിക. സ്വർഗം വിട്ട് ദൂതന്മാരൊക്കെ നോക്കുന്നില്ല എങ്ങോട്ട് പോയി പുള്ളിയെന്ന്. ഈ സ്വർഗം വിട്ട സ്വർഗമാക്കി സ്വർഗങ്ങൾ വിട്ടിട്ട് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളൊക്കെ വാഴുന്ന മണ്ഡലമാക്കി വിട്ടിട്ട് ദൈവപുത്രൻ ഇറങ്ങി ഓടുന്ന കണ്ടപ്പോൾ ഭൂമി വിറച്ചുപോയി, പർവ്വതങ്ങൾ പുകഞ്ഞു പോയി. ദൂതന്മാർ അതിശയിച്ച് മൂക്കത്ത് വിരൽ വെച്ചു. ഈ പുള്ളി എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാം വിട്ടിട്ട് നോക്കണം. സിംഹാസനം വേണ്ടെന്ന് വെച്ചത് നമുക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഇറങ്ങി വരുന്ന വരൽ നോക്കണം. എന്നെയും നിങ്ങളെ തേടി ഓടി വന്നിട്ട് മകൻ അവനോട് അപ്പനിങ്ങനെ മോനെ ചുമ്പിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് പുള്ളി കിട്ടുന്ന വാക്കത്തിലൂടെ പറഞ്ഞു പിടിപ്പിക്കാൻ പോയി. നേരത്തെ തീരുമാനമുണ്ടല്ലോ, ഞാൻ പോകും വേണ്ടി പോകും. അപ്പ സമൂഹത്തോട് നിന്നോട് ഒക്കെ പാവം ചെയ്തു. ഇനി നിന്റെ മോനെന്ന പേര് ഞാൻ ആരല്ല, തൊഴിലല്ല. എനിക്കൊരു പോസ്റ്റോട് വേക്കൻസി ഉണ്ടെങ്കിൽ പുലിക്കാരൻ എടുക്കുന്ന പോലെ എന്നെ ഒന്ന് ആക്കണം. ഇത് പറയാൻ പോലെ വേഗം പറയുന്നത് അല്ലെങ്കിൽ ആശ്രമിച്ചാ പറയുന്നത്. നമ്മൾ പറഞ്ഞു വായിച്ചാട്ടെ. ദൈവത്തിൽ ഇത് മാത്രം കേട്ടാൽ ഇവരോട് കേട്ടു. നീ ആരാകണമെന്നും നിന്നെ ആരാക്കണമെന്നും ദൈവത്തിന് കേൾക്കണ്ട. ഞാൻ തെറ്റിപ്പോയ ഒരു വാക്കെന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒഴിഞ്ഞ കസേര എനിക്ക് ഇന്നും ഉണ്ടെന്ന്. അതാണ് പുതുസന്നിധിയിലെ പ്രാർത്ഥന. പിന്നെ പറഞ്ഞ നമുക്കറിയാം പുള്ളിക്കാരൻ മാറ്റാൻ പറ്റിയില്ല. നോക്കുക, അവന്റെ പാപത്തിന്റെ പട്ടിക മുഴുപ്പിക്കുവാൻ നമ്മളൊക്കെ പണ്ട് സഭയിലൊക്കെ അങ്ങോട്ട് മതി. ഞാനൊരു മാസം പോലാണ് ഞാൻ പറഞ്ഞല്ലോ. എന്നും മിക്കവാറും മാസത്തിലേക്ക് സഭ പ്രശ്നം തീർക്കാറുണ്ട്. ഒന്നും തിരിച്ചില്ല, അല്ലെങ്കിൽ കഥമായി അത് കണ്ടില്ല അത് കണ്ടില്ല അല്ലേ, അങ്ങനെയൊക്കെ ഒന്നും പ്രശ്നം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഇന്നാളെ വന്നില്ല, കല്യാണത്തിന് വന്നില്ല, ഇതൊക്കെ പ്രശ്നമല്ല. സഭയിൽ അന്യൊന്നുമല്ല. പ്രശ്നങ്ങൾ മനസ്സിലായിട്ട് ആത്മാക്കൾ ധാരപ്പെട്ടതുകൊണ്ട് ഇതൊരു പ്രശ്നം സഭയിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സഭയിൽ മുടങ്ങാതെ ധ്യാനം നടക്കുന്നത് നമ്മൾ ഇതുവരെ ആരും ഇതൊരു പ്രശ്നം പറഞ്ഞിട്ടില്ല. പ്രശ്നം ഇതാണ്, വിളിച്ച് വന്നില്ല, അവൻ വിളിച്ച് വന്നില്ല, എന്നെ വിളിച്ച് വന്നില്ല, പ്രാർത്ഥിക്കുന്നത് ഒക്കെയാണ് പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ തുടങ്ങുന്നത് കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തീർന്നു ഇപ്പോൾ പറയും.
പ്രാവശ്യം പറഞ്ഞു തീർക്കണം ഞങ്ങളുടെ കെട്ടിപ്പിടിച്ച് കുന്നോട് തിരിയാന്ന് പറഞ്ഞ് അതിനു വേണ്ടി എടുത്തു. പക്ഷെ അടുത്ത പ്രാവശ്യം പ്രശ്നം തീർക്കുമ്പോൾ നേരത്തെ തീർത്തതും പിന്നെയും പറയും. മൂന്നാമത് തീർക്കുമ്പോൾ ഈ 2 പ്രാവശ്യത്തിന് പറയും. നോക്കുക, ദൈവസ്നേഹം എന്ന് പറയുന്നത് പാപത്തിന്റെ പട്ടിക അതിന്റെ വാഗം ഇനി മുഴുപ്പിക്കേണ്ടി സമ്മതിച്ചില്ല. തെറ്റിപ്പോയതും പോയ വഴിക്ക് വന്ന വഴിക്ക് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഈ അപ്പന് കേൾക്കേണ്ടതെന്ന്. അപ്പ ഞാൻ തെറ്റ് ചെയ്ത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിയുമ്പോൾ അത് മൊത്തം മനസ്സിലാക്കുന്ന മനത്തെളിവിനായി ഇന്നൊരാൾ സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ഈ ലോകത്തിന്റെ കോടതി നോക്കിയാൽ കുറ്റം കണ്ടുപിടിച്ചു നമ്മളെ കിട്ടി ജയിലിട്ട് പുറത്തിറങ്ങിയാലും റിക്കാർഡൊക്കെ അവിടെ ഇങ്ങനെ കിട്ടും. അടുത്ത പ്രാവശ്യം ജോലി ചെയ്യുമ്പോൾ വായിക്കാൻ പറയും എന്റെ പറഞ്ഞാൽ പറയും ഇന്ന പ്രാവശ്യം സ്വർഗത്തിൽ അങ്ങനെ പരിപാടിയില്ല. ഒരിക്കൽ ക്ഷമിച്ചാൽ പിന്നെ ക്ഷമിച്ചു. പാപത്തിന്റെ പട്ടിക മുഴുപ്പിക്കാതെ, പാപത്തിന്റെ കറ ഓർക്കാതെ, ശാപങ്ങളുടെ പട്ടിക നിരത്താതെ ഇന്നലകളാക്കി മാറ്റിയിട്ട് ഇന്നിനെ പുതുതാക്കി മാറ്റുന്ന ദൈവസ്നേഹം. പിന്നെ അർത്ഥം പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എനിക്ക് കേൾക്കണ്ട. നീ എന്റെ വീട്ടിൽ വന്നല്ലോ, അതെനിക്ക് സന്തോഷമായി. പൊതുസംഘത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച തെക്കും വടക്കും നടന്നത് കർത്താവ് വിഷയമല്ല, തെറ്റിപ്പോയ വിഷയമല്ല. ഏറ്റു പറഞ്ഞാൽ പിന്നെ അന്നേരം തൊട്ട് അപ്പച്ചൻ പറയുന്ന ഇനി നമുക്ക് അതൊക്കെ മറക്കാം. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമൊക്കെ മറന്നിട്ട് നമുക്കൊരു പുതിയ ശുശ്രൂഷ തുടങ്ങാം. വേലക്കാരെ വിളിക്കുന്നു, നിരനിരയായിട്ട് ദാസന്മാർ ഓടി വരിക പറയുകയാണ്. ഒരു പുതിയ ഉടുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, പുതിയ വസ്ത്രം. പിന്നെ അറിയില്ല, പുതിയ വസ്ത്രം കൊണ്ടുവരാം. കാലിൽ കൊടുക്ക് നോക്കിയാൽ മുടി വരെ അപ്പച്ചനൊന്ന് നോക്കിയപ്പോ പറയുക, തലയെ കുളിച്ചിട്ടില്ല, എണ്ണ വെച്ചിട്ടില്ല, കാലം ചെരുപ്പിട്ടില്ല. ഇതൊക്കെയാണ് ദൈവത്തിനായി. നീ ഒന്ന് മടങ്ങി വന്നാൽ പിന്നെ നിന്റെ കൊച്ചു കാര്യങ്ങൾ പോലും ദൈവത്തിന് താല്പര്യം. നിങ്ങൾ ആരെങ്കിലും ക്ഷമയും കുറ്റം പറയാൻ ഇതുപോലെ ആരെങ്കിലും രണ്ടൊന്ന് ചെരുപ്പിടാണല്ലോ വന്നത്, ഒരു 2 പാലയുടെ ചെരുപ്പ് മാറ്റിക്കൊണ്ടിട്ടുണ്ടാലും ഇല്ല. ഇപ്പൊ വ്യക്തിക്ക് വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ വിടുന്നത്. പക്ഷെ അപ്പന്റെ സന്നിധി മടങ്ങി വന്നാൽ പിന്നെ തല മുതൽ പാദം വരെയും പോരായ്മയും കൂടെ നിർത്തുന്ന ദൈവം.